യുവജന നേതൃത്വത്തിലുള്ള സോഷ്യൽ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനൊരുങ്ങി നീതി ആയോഗ്. വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കാനായാണ് 50 യുവ സ്റ്റാർട്ടപ്പുകൾക്ക് നീതി ആയോഗും പിന്തുണ നൽകാൻ തീരുമാനിച്ചത്. ഇതിനായുള്ള യൂത്ത് കൊലാബ് നാഷണൽ ഇന്നൊവേഷൻ ഡയലോഗ് 2023-24 അപേക്ഷകൾ ക്ഷണിച്ചു. ചെറുകിട കർഷകർക്കായുള്ള അഗ്രികൾച്ചറൽ ഫിൻടെക്, ആദിവാസി സമൂഹം, തദ്ദേശ ഗ്രൂപ്പുകൾക്കായുള്ള നൂതന ആശയങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ സ്റ്റാർട്ടപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 2024-22 സാമ്പത്തിക വർഷത്തിൽ മുൻഗണനാ മേഖലയിൽ ഉൾപ്പെടുത്തി കേരളത്തിന് 2.37 ലക്ഷം കോടി രൂപ വായ്പ അനുവദിക്കുമെന്ന് നബാർഡ് സ്റ്റേറ്റ് ക്രെഡിറ്റ് സെമിനാറിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. കേരളത്തിൽ മുൻഗണനാ മേഖലാ പദ്ധതിയിലെ 52% വായ്പ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. വായ്പാ വിഹിതത്തിന്റെ 30% ചെറുകിട മേഖലയ്ക്കാണ്. ഈ വർഷത്തെ ഒന്നാം വിള സീസണിൽ സംസ്ഥാനത്ത് ഇതുവരെ 40,086 കർഷകരിൽ നിന്നായി 1.18 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചതായി മന്ത്രി GR അനിൽ. ഇതിന്റെ വിലയായി 334.36 കോടി രൂപയാണ് സർക്കാർ നൽകേണ്ടത്. SBI, കാനറ ബാങ്കുകളുമായി ബന്ധപ്പെട്ട സംഭരണ വില TRS വായ്പയായി കർഷകർക്ക് ലഭിക്കും. കർഷകരുടെ പട്ടിക ഇതിനകം ബാങ്കുകൾക്ക് നൽകിക്കഴിഞ്ഞു. അഗസ്ത്യാർകൂടം സീസൺ ട്രക്കിംഗിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. ജനുവരി 24 മുതൽ മാർച്ച് 2 വരെയാണ് ട്രക്കിംഗ്. ദിവസവും 70 പേർക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ അനുവദിക്കുക. വനം വകുപ്പിന്റെ www.forest.kerala.gov.in സന്ദർശിച്ച് serviceonline.gov.in/trucking എന്ന ലിങ്കിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ബുക്ക് ചെയ്യാം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി കനത്ത മൂടൽമഞ്ഞ് തുടരും. അടുത്ത 3 ദിവസങ്ങളിൽ രാജ്യത്തിന്റെ മധ്യകിഴക്കൻ ഭാഗത്ത് താപനില 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാനും ജമ്മു കാശ്മീർ, ലഡാക്ക് മേഖലയിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്.